ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് മടുത്തുംപടിയിലാണ് കേട്ടോ. മടുത്തുംപടിയിൽ വന്നിരിക്കുന്നത് ഒരു വെസൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി കാര്യങ്ങൾ ഓവറാക്കുന്നില്ല, കാരണം നമ്മൾ എല്ലാ പ്രാവശ്യവും എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കുറച്ച് വീഡിയോസ് എല്ലാം കുറച്ച് ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ വെസൽ പിടിപ്പിക്കാൻ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. 1354 വെസലാണ്, ടാറ്റയുടെ വെസലാണ്. അപ്പൊ ഞാൻ പിടിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ഒരു ഏരിയയും ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ബയോ. അപ്പൊ നമ്മളുടെ കിണർ ഇതാണ് കേട്ടോ, ഓപ്പൺ വെല്ലാണ്. അപ്പൊ നമ്മളിവിടെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ രീതിയിൽ അയണുണ്ട്. പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. കുറച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചെടികളും ഇതൊക്കെ ആയിട്ട് കുറച്ച് വേണ്ടി നിൽക്കുകയാണ് കിണറിന്റെ അവസ്ഥ. അപ്പോൾ വേറെ കൂടുതലൊന്നുമില്ല. pH നമുക്ക് കുറവാണ് വെള്ളത്തിൽ, അസിഡിക് റേഞ്ചിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ചെറിയ രീതിയിൽ അയണം കാണിക്കുന്നത്. ചെറിയ തന്നെ ഒരു 0.5-0.6 ആ ഒരു ഗ്യാപ്പിലാണ് കാണിക്കുന്നത്. പക്ഷെ നിലവിൽ നമുക്ക് 0.5-0.6 ആണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂടായി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അയൺ കാണിക്കും. കാരണം വെള്ളത്തിന്റെ ലെവൽ, വാട്ടർ ലെവൽ താഴത്തോട്ട് പോകുമ്പോഴാണ് ഈ അയണിന്റെ പ്രസൻസ് കൂടുതലും കാണിക്കുന്നത്. അപ്പൊ അത് ചൂടിനിപ്പോൾ വരാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ ഫെബ്രുവരിയിൽ നമുക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ മാർച്ച്, ഏപ്രിൽ, മെയ് പീക്ക് ടൈമിൽ കുറച്ചും കൂടി കൂടുതൽ കാണിക്കും. അപ്പൊ അതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ വെക്കുന്നത്. നമ്മുടെ ടാറ്റയുടെ വെസലോട് കൊണ്ടുവച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലൈൻ ഒന്ന് കാണിച്ചിട്ട്, ലൈൻ നമ്മുടെ 2 ഇഞ്ചിന്റെ ലൈനാണ്. അപ്പോൾ ഗ്രാവിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് സിംഗിൾ ഫ്ലോർ ആണ്. അപ്പൊ പ്രഷറിന്റെ ഒന്നും പ്രശ്നം വരില്ല. നിലവിൽ ഇപ്പോൾ 2 ഇഞ്ചിന്റെ ലൈനായിട്ട് ഇറങ്ങിയതിന്റെ പേരിൽ അത്യാവശ്യം നല്ല പ്രഷർ ഉണ്ടാവും. അപ്പൊ ഗ്രാവിറ്റിയിലാണ്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോയിലൂടെ നമ്മൾ വർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബൈ. കൂട്ടുകാരെ, നമ്മുടെ വെള്ളത്തിന്റെ കളറ് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ദേ നോക്കി, നമ്മുടെ വെള്ളത്തിന്റെ കളർ ഇതാണ് കേട്ടോ. ഇങ്ങനെ മഞ്ഞച്ചാണ് വന്നത്. ഈ വെള്ളത്തിന് നമുക്ക് ക്ലിയർ ആക്കി എടുക്കേണ്ടത്. അപ്പൊ നേരത്തെ ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി നമ്മുടെ റോ വാട്ടറിന്റെ കളർ. അപ്പൊ ഇതാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ. ഇത്രയും അയണുണ്ട്. നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് വെല്ലിലേക്ക് നമുക്ക് ഡയറക്റ്റ് നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ കാണൂല തെളിഞ്ഞ കിടക്കണത്. പക്ഷെ നമ്മുടെ ടാപ്പിൽ കൂടി വന്ന വെള്ളത്തിന്റെ കളർ ഇതാണ്.
എന്തായാലും നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടാ. നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി. നമ്മൾ എല്ലാം നോർമലൈസ് ചെയ്തു, ലൈനൊക്കെ ചാർജ് ചെയ്ത് നമ്മൾ നോർമലൈസ് ചെയ്തു സിസ്റ്റം. അപ്പോൾ വെള്ളത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എക്സലന്റ് ക്വാളിറ്റിയാണ്, ഞങ്ങൾ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മളോട് നീങ്ങിയാണ്. അപ്പൊ കൂടുതൽ റിവ്യൂവും കാര്യങ്ങളൊന്നും ഞാനിപ്പോ എടുക്കുന്നില്ല, കാരണം നമുക്ക് കസ്റ്റമർക്ക് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഞാനിപ്പോ തൽക്കാലത്തേക്ക് അതൊന്നും എടുക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ കാണിച്ചു തരാം, ഇതിന്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം. എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഞാൻ നേരത്തെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിന്റെ കളറ് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ, നല്ല പ്രശ്നമുണ്ട് വേണ്ടില്ല. കാരണം 2 ഇഞ്ചിന്റെ ലൈനാണ് വന്നേക്കണം. അപ്പൊ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് എടുത്താണ്, 2:1.5 ആക്കിയിട്ടാണ് നമ്മൾ അകത്തേക്ക് ഇരിക്കണം. അപ്പൊ അത് മാത്രമല്ല, വാൽവ് ഞാൻ ഇവിടെ പാർഷ്യലി അടച്ചുവെച്ചേക്കും, ഇൻലെറ്റ് വാൽവ്. അത്രയ്ക്കും പ്രശ്നമുണ്ട്. വെള്ളത്തിന്റെ ക്വാളിറ്റി എടുത്ത് കാണിച്ചു തരാം. ഇത്രയും ക്ലിയർ ആയിരുന്നു കേട്ടോ വെള്ളം, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങളെ കണ്ണടിച്ചില് പോലെ ഇരിപ്പുണ്ട്. അപ്പൊ ഓക്കെ ആയിട്ടുണ്ട് സംഭവം. അപ്പൊ നമ്മളോട് നീങ്ങാനുണ്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.